പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ബൈബിൾ എടുത്ത് ഒരല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട മക്കളോട് നിനക്കെന്താണ് പറയാനുള്ളത്? ബൈബിൾ തുറന്നപ്പോൾ ഈശോ എനിക്ക് തന്ന വചനം ഇതായിരുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 55-ാം അധ്യായം 22-ാം തിരുവചനം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ഈശോയുടെ വചനമാണ് ഈ പ്രഭാതത്തിൽ. ഈശോയെ, ശക്തിപ്പെടുത്തുന്ന നിൻ്റെ ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഇതാ നിൻ്റെ മുൻപിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ഇതൊറ്റയ്ക്ക് വഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല ഈശോയെ. നീ കൂടെയുണ്ടാവണം. നീ കൂടെയുണ്ടെങ്കിൽ ഞാൻ തളരില്ല. പ്രയാസങ്ങളൊന്നും എന്നെ തളർത്തില്ല. നാളെക്കുറിച്ചോർത്തുള്ള, മക്കളെക്കുറിച്ചോർത്തുള്ള, പ്രിയപ്പെട്ടവരെക്കുറിച്ചോർത്തുള്ള എല്ലാ ആകുലതകളെയും നിനക്ക് തരുന്നു. നീ അത് ഏറ്റെടുക്കണം ഈശോ. ഞങ്ങളുടെ കുടുംബത്തിലെ ആവശ്യങ്ങളെ, പ്രശ്നങ്ങളെ, കടഭാരങ്ങളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എല്ലാം അങ്ങ് കാണുന്നുണ്ടല്ലോ. പരിഹരിക്കണം ഈശോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി ജീവിതം എല്ലാം ഈശോയെ നിൻ്റെ കരങ്ങളിൽ തരികയ. ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഈ പ്രഭാതത്തിൽ ഈശോ ഞങ്ങളുടെ അരികിലേക്ക് നീ വരണം. ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കനിയൂ സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുൻപിലായി ജീവിത കാലമിതാ. കനിയൂ സ്നേഹപിതാവേ. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച ദിവസം എൻ്റെ പ്രാർത്ഥനാ ദിനമാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രെയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാം. അന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. വേറെ ഒരു നിയോഗവും സമർപ്പിക്കാറില്ല. ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.